ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും മൊത്തത്തിൽ എനിക്കും വലിയ സന്തോഷം കാണാറുണ്ട്. ഉത്സവം ഒരു നാട്ടിലെ ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ അവിടെ വലിയ സന്തോഷത്തിന്റെ ഒരു അന്തരീക്ഷം എപ്പോഴും ഉണ്ടാകാറുണ്ട് അല്ലേ? ജാതി മത ഭേദമന്യേ എല്ലാവരും കൂടി എന്താ പറയുക വളരെ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് നാടിന്റെ ഉത്സവം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ നിലനിൽക്കുന്ന ഒരു പോസിറ്റിവിറ്റി ഒരു വളരെ ദൈവികമായിട്ടുള്ള ഒരു ഊർജ്ജം ഇവിടെ വരുമ്പോൾ ഞാനും ഇതേപോലെ ഒരു ഉത്സവകാലത്ത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ നൃത്തം അവതരിപ്പിക്കാനായി വരാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സ്നേഹം തന്നെ ക്ഷണം സ്വീകരിച്ച് ഇങ്ങോട്ട് വരാൻ സാധിച്ചത് വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ പലരും പറയുകയും ചെയ്തു വരാതെ തന്നെ ഞാൻ ക്ഷേത്രത്തിൽ വിചാരിച്ചത് ഈ നാടിന് വേണ്ടിയും ക്ഷേത്രത്തിന് വേണ്ടിയും ഒക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ സന്തോഷത്തോടെ ഞാൻ കേട്ടത്. മലയാള സിനിമയിൽ ഒരുപാട് നല്ല സിനിമകൾ സംഭാവന ചെയ്യാൻ പ്രാപ്തിയുള്ള മലയാള സിനിമയിൽ തന്നെ വലിയ മുതൽക്കൂട്ടാകാൻ ഇരിക്കുന്ന ഒരു നല്ല സിനിമയെ സ്നേഹിക്കുന്ന ഒരു നിർമ്മാതാവാണ് ശ്രീ വിനായക് രാജകുമാർ. അദ്ദേഹത്തിനെയും ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒപ്പം പ്രിയപ്പെട്ട നിവിൻ, ഞങ്ങളുടെ അടുത്ത സുഹൃത്തുമായിട്ടുള്ള ആളാണെങ്കിലും നിവിന്റെ തിരക്കിലാണ് ഞങ്ങൾക്ക് നിവിനെ പലപ്പോഴും കാണാൻ കിട്ടാറുണ്ട്. ഇന്ന് ഇവിടെ ഇതേപോലെയുള്ള അവസരത്തിൽ നിവിനോടൊപ്പം ഈ വേദിയിൽ ഇരിക്കാനും ആ സമയം പങ്കിടാനും സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധിയായ മിനിസ്റ്റർ അദ്ദേഹവും ഈ വേദിയിലുണ്ട്. എല്ലാവരോടൊപ്പം വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളോടൊപ്പം ഒപ്പം എല്ലാവരും എല്ലാത്തിനെക്കാളും വലുതായി ഞങ്ങളെ പോലെയുള്ള കലാകാരന്മാരെ എന്നും സ്നേഹത്തോടെ പ്രോത്സാഹിപ്പിക്കുകയും മുന്നോട്ട് നയിക്കാനുള്ള ശക്തി പകർന്നു തരികയും ചെയ്യുന്നത് നിങ്ങളുടെ പ്രേക്ഷകരുടെ സ്നേഹവും പിന്തുണയും പ്രോത്സാഹനവുമാണ്. അതിന്നും ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് സമാധാനവും നന്മയും ആരോഗ്യവുമുള്ള ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ തിരുവുത്സവത്തിന് എല്ലാവരും ആശംസകളും നല്ലവരായ നാട്ടുകാർക്ക് എല്ലാവർക്കും അതിൻ്റെ എല്ലാവിധ നന്മയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ക്ഷേത്രമാകുന്നത്. കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ അനുഭവമാണ്. ഇതെല്ലാം നേതൃത്വം കൊടുക്കുകയും ഈ ക്ഷേത്രത്തിന്റെ പുരോഗതിക്കായി ലക്ഷ്യത്തിനായി അഹോരാത്രം പരിശ്രമിക്കുന്ന വിനായക പ്രിയപ്പെട്ടത് എല്ലാവർക്കുമായി അറിയിക്കുന്നത് അദ്ദേഹത്തിനോട് ടീമിനെ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും തീർച്ചയായും നന്മകൾ മനസ്സിലാക്കാൻ ഭൗതിക സൗകര്യങ്ങളും കൂടി അസാധാരണ എല്ലാ കാര്യങ്ങളും കൂടി ഇവിടെ ഒരു നല്ല ഒരു ക്ഷേത്രത്തിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെന്ന എല്ലാവർക്കും ഈ ഉത്സവത്തിന് പേരുള്ള ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ ഈ ഉത്സവം എല്ലാവർക്കും എല്ലാ ജനങ്ങൾക്കും അദ്ദേഹം മാത്രത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാനിയായ മഞ്ജു വാര്യർ, അതുപോലെ തന്നെ ഇന്നത്തെ സമൂഹങ്ങളുടെ നമ്മുടെ ചരിത്രന്മാരുടെ സഹോദരിമാരുടെ ഒക്കെ ഫലമായി മാറിയിരിക്കുന്ന നിവിൻ പോൾ, അതുപോലെ മുൻ മുനിസിപ്പൽ ചെയർമാൻ ഷാജു, ഉപദേശക സമിതിയുടെ സെക്രട്ടറി, മുൻ എം പിയും ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ മെമ്പറുമായിരുന്ന ചെങ്കറ സുരേന്ദ്രൻ സാർ, രാജേഷ് ബാബു, ആക്കിയിരിക്കുന്നവർക്ക്
ദിനേശ് അടിച്ച് പൊളിയും. അത് അടിച്ച് പൊളിയും. ഇവിടുത്തെ ഒരു ദിവസത്തെ അന്നദാനം നിവിനാണ്. ഈ ക്ഷേത്രത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ നിർമ്മാണ ദർശനത്തിലെത്തുന്ന 200, 250 ആളുകൾ, അതും വിവിധ തുറകളിലുള്ള ആളുകൾ ക്ഷേത്രമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. ഏതാണ്ട് ഗുരുവായൂർ ദേവസ്വത്തെ പോലെ പഴയ കാലങ്ങളിൽ 10,000-കണക്കിന് വിവാഹങ്ങൾ നടത്തപ്പെട്ടിരുന്ന ഒരു ക്ഷേത്രം. ഈ ക്ഷേത്രം പിടിക്കപ്പെടുന്ന ഈ ക്ഷേത്ര നിർമ്മാണവുമായി ഇവിടെ കൊണ്ടുവന്ന തന്നിൽ സ്വയംഭൂവായ ഗണപതിയെ വളരെ മനോഹരമായ രീതിയിൽ കൊത്തിയെടുക്കുകയും ഈ ക്ഷേത്രത്തിലെ ശിവഭഗവാന്റെ അനുഷ്ഠപ്രകാരം കൊട്ടാരക്കര തമ്പുരാൻ മഹാഗണപതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുവാൻ ഈ വിഗ്രഹം കൈമാറുകയാണ്. പിൽക്കാലത്ത് ഈ ക്ഷേത്രം ലോകത്തിന്റെ നെറുകയിൽ മഹാഗണപതി ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രം പ്രസിദ്ധിയാർജിച്ചു. പക്ഷേ ഈ ക്ഷേത്രം മഹാദേവന്റെ സ്വന്തം പിതാവിന്റെ ക്ഷേത്രം പുരോഗതിക്ക് പുറകോട്ട് പോകുന്ന കാഴ്ചപ്പാടാണ് നാം കാണുന്നത്. എന്നാൽ കഴിഞ്ഞ 4 വർഷത്തിന് മുമ്പ് വിനായക അജിത്കുമാറും ചെങ്ങറ സുരേഷും ചെങ്ങറ സാറും അതുപോലെ തന്നെ രാജേഷ് ബാബു എന്ന് പറയുന്ന നമ്മൾ കാര്യങ്ങളിലൊന്നും കാണാത്ത ഒരു വലിയ കഥാപാത്രം ഈ ക്ഷേത്രത്തിലുണ്ട് എന്ന് നാം മനസ്സിലാക്കി. പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും ആജ്ഞ അനുസരിച്ച് ഈ ദേവസ്വത്തിന്റെ ജീവനക്കാരെ അവരെ ഓർത്തിനെത്തിക്കൊണ്ട് ഈ പ്രദേശത്ത് വരുന്ന ഭക്തജനങ്ങളെ അവരുടെ മനസ്സ് ആവാഹിച്ചെടുത്ത് ഈ ക്ഷേത്രത്തിന്റെ പുരോഗതിക്ക്